ഇനി രണ്ടാമത്തത് സമസ്തക്ക് രണ്ട് കൂട്ടർക്കും തള്ളാൻ പറ്റാത്ത ആളാണ് ഷംസുൽ ഉലമ. കാരണം ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ പേരിലാണല്ലോ ഇപ്പോൾ ഇത് രണ്ടായി. രണ്ട് കൂട്ടരും ഞങ്ങളാണ് ഇ കെൻ്റെ ആൾ, ഇ കെൻ്റെ അടുത്ത ആളാണ്, ഇ കെൻ്റെ അങ്ങനത്തെ ആളാണ് എന്ന് പറയുന്നു. ഇ കെ അബൂബക്കർ മുസ്ലിയാർ പിന്നെ ജീലാനിയെക്കുറിച്ച് എഴുതിയ മൗലിദാണിത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4 പതിറ്റാണ്ടുകാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ ഉമ്മറത്ത് കാവൽ നിന്ന കാര്യദർശിയാണ് ശൈഖുനൽ മർഹൂം ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ബഹുമാനപ്പെട്ടവർ രചിച്ച ഒരു മൗലിദിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി വിശ്വാസധാരയിലൂടെ മുന്നോട്ടു പോകുന്ന സത്യവിശ്വാസികളെ ഷിയായിസത്തിൻ്റെ വക്താക്കളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വിഫല ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ഷംസുൽ ഉലമയെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് ഇരു സമസ്തകളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇവരെല്ലാം ഷിയായിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതിന് ഷംസുൽ ഉലമയുടെ ഒരു മൗലിദിൽ മഹാന്മാരായ അഹ്ലുബൈത്തിന്റെ പേരിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള അതിനുശേഷം വരുന്ന പിൻഗാമികളായ അവരുടെ ആ പരമ്പരയിൽ വരുന്ന അഹ്ലുബൈത്തിൽ പ്രധാനികളായ ആളുകളുടെ പേരിൽ പ്രത്യേകം ഫാത്തിഹ വിളിച്ചതാണ് ഇവർ പ്രശ്നവൽക്കരിക്കുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. അവസാന ദുആ പറയുന്നിടത്തും വൈലാ ഹളറാത്തി അർവാഹി അസ്ഹാബിഹി അൽ ബദരിയീൻ വൽ ഉഹദിയീൻ വസായിരി സ്വഹാബ കുല്ലിഹിം റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ അൽ ഫാത്തിഹ. എല്ലാ സ്വഹാബത്തിനും ബദർ ഉഹദ് പ്രത്യേകം എടുത്ത് പറഞ്ഞ് ബാക്കി എല്ലാ സ്വഹാബത്തിനെയും വിളിച്ചുകൊണ്ട് അർവാഹിലേക്ക് അൽ ഫാത്തിഹ വിളിച്ചു. എന്നിട്ട് പ്രത്യേകമായി എന്ത് ചെയ്യുന്നു? വൈലാ ഹളറത്തി സയ്യിദന അൽ ഹസൻ റളിയല്ലാഹു അൻഹു വസയ്യിദന അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വൈലാ ഹളറത്തി ഉമ്മിഹിമ ഫാത്തിമ സഹ്റാ വജദ്ദത്തിഹിമ ഖദീജ. ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു, പിന്നെ എല്ലാ സ്വഹാബികളെയും പറഞ്ഞു, പിന്നെ ഈ 3 ആളുകളെ പ്രത്യേകം എടുത്ത് പറഞ്ഞു. ഇനി കഴിഞ്ഞില്ല. വൈലാ ഹളറത്ത് സയ്യിദന സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വൈലാ ഹളറത്ത് സയ്യിദന അൽ ബാഖിർ സയ്യിദ് ജഅഫർ അസ്വാദിഖ് മൂസൽ കാളിം. എല്ലാ ഷിയാ സൂഫി നേതാക്കളെ ഹളറത്തിലേക്കും ഫാത്തിഹ പാർസലാക്കിയിട്ടാണ് ഇയാൾ ഇത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എല്ലാ സ്വഹാബികൾക്കും പ്രത്യേകം പറഞ്ഞിട്ട് പിന്നെ ഇവരെ പ്രത്യേകം എടുത്ത് പറയുമ്പോൾ അതാണ് ഷിയായിസം. അഞ്ജനം എന്നത് ഞാനറിയും, മഞ്ഞളുപോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് അവസ്ഥ. ഈ സാധുവിന് ഷിയായിസം എന്താണെന്നും അറിയൂല, സുന്നത്ത് ജമാഅത്ത് എന്താണ് എന്നും അറിയൂല. ഈ മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതലാണ് ഷിയായിസം എന്ന് ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ഒരുപക്ഷെ ചില മാനദണ്ഡങ്ങൾ കാരണം. അപ്പോൾ അഹ്ലുബൈത്ത് എന്ന മാനദണ്ഡത്തിൽ ഈ മഹാന്മാരുടെ പേരിൽ പ്രത്യേകം ഫാത്തിഹ ഓതിയാൽ അതെങ്ങനെ ഷിയായിസമാകും? ഈ മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതിയത് കൊണ്ട് മറ്റുള്ളവരൊക്കെ മോശക്കാരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഇകഴ്ത്തുകയാണ്, അവമതിക്കുകയാണ് എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? അത് നിങ്ങൾ അധിക വായന നടത്തിയതല്ലേ? അത് നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തിയതല്ലേ? ബഹുമാനപ്പെട്ട ശൈഖുന ഷംസുൽ ഉലമ എന്ന കേരളം കണ്ട ലോകം കണ്ട മഹാപണ്ഡിതന്റെ പേരിൽ നിങ്ങൾ നടത്തുന്ന കടുത്ത അപരാധവും ആരോപണവുമല്ലേ അത്? എത്ര കടുത്ത വിവരക്കേടാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? നിങ്ങളുടെ പിന്നിൽ കാണുന്ന, ചിത്രത്തിൽ കാണുന്ന, വീഡിയോയിൽ കാണുന്ന ആ കിതാബുകളോട് അല്പമെങ്കിലും ഒരു കൂറു പുലർത്തണ്ടേ? യഥാർത്ഥത്തിൽ ആ പിന്നിൽ കാണുന്ന കിതാബുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മുമ്പ് നിങ്ങളുടെ ചില വീഡിയോകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മുമ്പ് ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ ബാരി ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു, അന്നിവർ വലിയ വായിൽ ഗീർവാണം പ്രസംഗം നടത്തി, ഞങ്ങളുടെ കയ്യിൽ കിതാബുകളുണ്ട്, ഞങ്ങൾ നോക്കിയിട്ട് കൃത്യമായിട്ട് അവതരിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇബ്നു ഹജർ തങ്ങളുടെ കിതാബ് എടുത്തുകൊണ്ട് തെറ്റായി അർത്ഥം പറഞ്ഞു. കൃത്യമായി പിടികൂടി നമ്മളതിനെ വ്യക്തമാക്കി വിശദീകരിച്ചപ്പോൾ പിന്നെ ആ വഴിയിൽ ഇവരെ കണ്ടിട്ടില്ല. അഥവാ പിന്നിൽ കാണുന്ന കിതാബുകളും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ഇത്രയും വലിയ കിതാബുകളുടെ കൂമ്പാരത്തിന്റെ നടുവിൽ ഇരുന്നിട്ടാണ് അവർ ഈ സംസാരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് നിങ്ങൾ ആ ശ്രമം നടത്തുന്നത്. ഏതായാലും നിങ്ങൾ ഈ പറയുന്ന ഷിയായിസം യഥാർത്ഥത്തിൽ എന്താണ് ഷിയായിസം? അഹ്ലുബൈത്തിനോട് ആദരവ് കാണിച്ചാൽ ഷിയായിസമാകുമോ? അഹ്ലുബൈത്തിനെ മഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ അതാണോ ഷിയായിസം? വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ലേ, മുത്തുനബിയോട് പറയാൻ കൽപ്പിച്ചതല്ലേ, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടുള്ള മവദ്ദത്ത് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു, അതല്ലാത്ത ഒരു പ്രതിഫലവും നിങ്ങളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നബിയെ പറയണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതല്ലേ.
ആ അഹ്ലുബൈത്തിനോട് ആദരവ് പുലർത്തിയിട്ട് അഹ്ലുബൈത്തിനോടുള്ള മഹബത്ത് കാരണം അവരുടെ പേരിൽ ഫാത്തിഹ ഓതുന്നത് എങ്ങനെയാണ് കൂട്ടരെ ഷിയായിസമാകുന്നത്? കൃത്യമായിട്ട് ഇമാംമാർ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലുബൈത്തിനോട് വല്ലാതെ ആദരവ് പ്രകടിപ്പിച്ചപ്പോഴാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മേലിൽ അക്കാലഘട്ടത്തിൽ എതിരാളികളായ ഇത്തരം വിദണ്ഡവാദത്തിന്റെ വക്താക്കൾ ഷാഫിഈ ഇമാമിനെതിരെ ഷിയായിസത്തിന്റെ റാഫിളിയാണ് എന്ന് പറഞ്ഞ് ആരോപണവുമായിട്ട് വന്നത്. ഷാഫി ഇമാം എന്താ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ അഹ്ലുബൈത്തുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമല്ല എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഇൻകാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദിൻ ഫല്യശ്ഹദി ത്ഥഖലാനി അന്നീ റാഫിളി. ആഹാ, ഈ അഹ്ലുബൈത്തിനെ മഹബത്ത് വെച്ചിട്ട് നിങ്ങൾ ഇന്നെ റാഫിലിയാണെന്ന് പറയാം. ഇന്ന് നിങ്ങൾ റാഫിലിയാണ് കൂട്ടിക്കോളിയും. നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ നിങ്ങൾ കണ്ടത് കൂട്ടിക്കോളിയും. അഹ്ലുബൈത്തിനെ മഹബത്ത് വെക്കാതിരിക്കാൻ കഴിയൂല എന്നാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. അങ്ങനെയാ പഠിപ്പിച്ചത്. ഷാഫി ഇമാം വീണ്ടും പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഷാഫി ഇമാം പറയാണ്, അലി റളിയല്ലാഹു അൻഹുവിനെ മഹബത്ത് വെച്ചാൽ നിങ്ങൾ പറയും റാഫിളിയാണെന്ന് പറയും. സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മഹബത്ത് വെച്ചാൽ അവരെ നസ്ബിയാക്കൾ എന്ന് വിമർശകർ വിളിച്ചിരുന്നു. അപ്പൊ നിങ്ങൾ അത് പറയും. നിങ്ങൾ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, ഈ രണ്ടുപേരെയും ഞാൻ മഹബത്ത് വെക്കും. ഇദാ നഹനു ഫളൽന അലിയൻ ഫഇന്നനാ റവാഫീദു ബിത്തഫ്ളീലി ഇൻദ ദബിൽ ജഹ്ലി വഫളലു അബീ ബക്കറിൻ ഇദാ മാ ദക്കർതുഹു റുമീതു ബിനസ്ബിൻ ഇൻദ ദിക്രി ലിൽ ഫളലി. അലിയാരെ കുറിച്ച് പറഞ്ഞ ഞങ്ങൾ റാഫിലി എന്ന് പറയും. സുദ്ദീഖ് തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ സുദ്ദീഖ് തങ്ങളോട് മഹബത്ത് വെച്ചാൽ നിങ്ങൾ നസ്ബിയാണ് എന്ന് പറയും. എന്നിട്ട് ഷാഫി ഇമാമിന്റെ ധീരമായ പ്രഖ്യാപനം, ചരിത്രപരമായ ആർജവമുള്ള പ്രഖ്യാപനം, ഫലാസിൽ തുദാറഫ്ലിൻ വനസ്ബിൻ കിലാഹുമാ ബിഹിബ്ബിഹിമാ ഹത്താ ഉവസ്സദ ഫിർറംലി. ഞാൻ മണ്ണോട് ചേരുന്നത് വരെ നിങ്ങൾ എന്നെ റാഫ്ലി എന്നും നസബി എന്നും വിളിച്ച് പരിഹസിച്ചാലും ശരി, ഈ മഹാന്മാരോടുള്ള മഹബത്ത് എന്നിൽ നിന്ന് മാറ്റിയെടുക്കാൻ, എന്നിൽ നിന്ന് മുറിച്ചു മാറ്റാൻ, അറുത്തു മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്ന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ തന്നെയാണ് ഈ ഷിയായിസത്തിന്റെ ആരോപണവുമായിട്ട് അന്നത്തെ ഖവാരിജിയത്തിന്റെ പിൻഗാമികൾ ഇന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഷിയായിസ് എന്ന് പറഞ്ഞ് കണ്ണുരുട്ടുമ്പോഴേക്ക് ഞങ്ങൾ അതിൻ്റെ പേരിൽ പേടിക്കുകയില്ല. ശംസുലമ പണ്ട് പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ നിങ്ങളെ പേടിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കരുത്, കളവുകൾ പറയരുത്. മാത്രമല്ല, ഇനി എന്താണ് ഷിയായിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയായിസത്തിന്റെ ഉത്ഭവം അബ്ദുല്ലാഹിബ്നു സബ് എന്ന ജൂതനായ ആളാണ് ഈ ഷിയായിസത്തിന്റെ പിതാവ്. അതിന്റെ ഉത്ഭവം മുനാഫിഖായ മനുഷ്യൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു എന്ന് പറയുന്ന അബ്ദുല്ലാഹിബ്നു സബ ആണ് ഇതിന്റെ പിന്നിലുള്ളത്. ഷിയായിസത്തിന്റെ ഒരുപാട് അടിസ്ഥാനപരമായ വാദങ്ങളുണ്ട്. അവരുടെ ഇമാമത്വവാദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നിശ്ചയിക്കുന്ന ഒരു ഇമാമത്തുണ്ടാകണം. അള്ളാഹു നേരിട്ട് നിശ്ചയിക്കുന്ന ഇമാമ്, നുബുവത്തിനെ പോലെ അള്ളാഹു പ്രത്യേക സ്ഥാനം നൽകുന്ന ഒരു ഇമാമ്, പ്രവാചകനെ തെരഞ്ഞെടുക്കാൻ സമൂഹത്തിന് അവകാശമില്ല, അധികാരമില്ലാത്തതുപോലെ അത് അള്ളാഹുവാണ് തെരഞ്ഞെടുക്കുക. ആ തെരഞ്ഞെടുപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ജനങ്ങൾക്ക് നിർണയിച്ച് അറിയിച്ചു കൊടുക്കേണ്ടത്. അത് നബി തങ്ങൾ അറിയിച്ചു കൊടുത്തത് അലിയാര് തങ്ങളെയാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കു ശേഷം അലിയാര് തങ്ങൾക്ക് ഇമാമത്തിനെ വാദിക്കുന്ന അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബി ത്രയങ്ങളെ മൂന്ന് ഖലീഫമാരെ തള്ളിക്കളയുന്ന, ഒരുപക്ഷെ പല വിശ്വാസങ്ങളിലും അവരുടെ മേലിൽ ശിർക്ക് ആരോപിക്കുന്നവരെയുള്ള, അവരെ തള്ളിപ്പറയുന്ന, അവരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന വിശ്വാസധാരയാണ് ഷിയായിസം. അതുപോലെ തന്നെ ഈ ഇമാമത്തിന്റെ ആളുകൾക്ക് അവർ മഅസൂമീങ്ങളാണ്. ഇവരുടെ ഓരോ ഇമാമുമാരും അതിനുശേഷം വരുന്ന ഇമാമുമാരൊക്കെ മഅസൂമീങ്ങളാണ് എന്ന വിശ്വാസം. ഇങ്ങനെ ഷിയായിസത്തിന്റെ അടിസ്ഥാനപരമായ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അതൊന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമേ അല്ല. അതൊന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ മേൽ അഹ്ലുബൈത്തിനോടുള്ള മഹബത്ത് കാരണം പറഞ്ഞ്, അതല്ലെങ്കിൽ അതുപോലെയുള്ള ചില കാരണങ്ങൾ ഇവർ തെറ്റായ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് അത് സുന്നികളുടെ മേൽ കെട്ടിവെക്കാനുള്ള വിഫലമായ ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അത് അംഗീകരിക്കപ്പെടാവുന്നതല്ല എന്നാണ് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഷിയായിസത്തിന്റെ അവരുടെ പ്രത്യേകമായ അടിസ്ഥാനപരമായ ചില വാദങ്ങളുണ്ട്. അതിനപ്പുറം ഷിയാക്കൾ എന്തെങ്കിലും ചെയ്യുന്നു, അത് നമ്മൾ ചെയ്താൽ നമ്മളൊക്കെ ഷിയാക്കളാകും എന്നാണോ? ഷിയാക്കൾ നിസ്കരിക്കാറുണ്ട്, നമ്മൾ നിസ്കരിച്ചാൽ അത് ഷിയായിസത്തിന്റെ ആളുകളാണ് എന്ന് വരുത്തി തീർക്കാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? അവർ അഹ്ലുബൈത്തിനെ ആദരിക്കുന്നത് കൊണ്ട് നമുക്ക് ആദരിക്കാൻ പറ്റൂല എന്നാണോ? അവർ ഖുർആൻ ഓതുന്നത് കൊണ്ട് നമുക്ക് ഖുർആൻ ഓതാൻ പറ്റൂല എന്നാണോ?
എത്ര വിചിത്രമായ വാദങ്ങളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഈ എഴുന്നള്ളിക്കുന്നത്. ഇത് മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അഥവാ മുജാഹിദ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ചുഴലി അബ്ദുള്ള മൗലവി, എന്താണ് അയാളുടെ പേര്, ഏതെങ്കിലും ചുഴലി മൗലവി. കുറച്ചു മുമ്പ് കേരളത്തിലുള്ള സുന്നി പള്ളികളെ അമ്പലങ്ങളാണ് എന്നും പള്ളിയിലെ ഉസ്താദുമാർ പൂജാരികളാണ് എന്നൊക്കെ തട്ടിവിട്ട അദ്ദേഹം, അത് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ആർത്തിരമ്പിയപ്പോൾ അദ്ദേഹത്തിന്റെ ചില സംസാരമുണ്ട്. സമസ്തയെ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കാം. സമസ്ത എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഒരു കാലം ചിന്തിക്കുന്നുണ്ട്, സമസ്തന്റെ വിശാലമായ ചില വീക്ഷണമുണ്ട് ഇറാനിയൻ ഷീയത്ത് കേരളത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ. അതിൽ നിന്നാണ് ഞാൻ ഷീയത്തിനെ പഠിക്കാൻ തുടങ്ങുന്നത്. ബഹാവുദ്ദീൻ കൂരിയാട് ഷീയത്തിനെതിരായിട്ട് ജമിയത്തുൽ മുഅല്ലിമീന്റെ ഒരു യോഗത്തിൽ വെച്ച് നടത്തിയ ക്ലാസ് ഞാൻ കേട്ടു. ആ ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഷിയാക്കളെ പറ്റി കേൾക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ അവർശ്ശേരി അബ്ദുറഹ്മാൻ സാഹിബ് വിളിച്ചിട്ട് എനിക്ക് ഷീയത്തിന് പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞിട്ട് മലിക് സെൽഫി ആരാണ്, അയാൾ അബ്ദുറഹ്മാൻ അവർശ്ശേരിയും തമ്മിൽ ഷിയാക്കളെ സംബന്ധിച്ചുള്ള ക്ലാസ് മുഴുവൻ ഞാൻ കേട്ടു. എനിക്കത് അത് മറ്റേ ജിന്നു ഗ്രൂപ്പാണ്, ഇത് ഇൻസി ഗ്രൂപ്പാണ്, സെഹർ ഗ്രൂപ്പാണ്, സയൻസ് ഗ്രൂപ്പാണെന്നും ഞാൻ നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇറാനിയൻ ഷീയത്ത് കേരളത്തിൽ വരാതെ സംരക്ഷിച്ചത് സമസ്തയാണ്. സമസ്തന്റെ പണ്ഡിതന്മാരുടെ ദീർഘദൃഷ്ടിയാണ്, പൂർവികന്മാരുടെ. ഇറാനിയൻ ഷിയായിസത്തെ കേരളത്തിലേക്ക് കടന്നു വരുന്നതിന് ശക്തമായ പ്രതിരോധം തീർത്തത് സമസ്തയാണ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് യമനി ഷിയായിസമാണ് വന്നത്, അത് നമ്മൾ അഹ്ലുബൈത്തിനെ ആദരിക്കുന്നത് കൊണ്ട് ഇവർ മുജാഹിദാണല്ലോ, അവരങ്ങനല്ലേ പറയുള്ളൂ. അതാണ് സമസ്തയുടെ മേൽ പറയുന്നത്. മാത്രമല്ല, ഇയാൾ ഷിയായിസത്തിനെതിരെ ഇദ്ദേഹം ആദ്യമായിട്ട് കേൾക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അയാൾ ഷിയായിസത്തെ കുറിച്ച് ആദ്യം പഠിക്കുന്നത്. അപ്പൊ ഷിയായിസത്തെ ആവശ്യമാകുന്ന രൂപത്തിൽ പ്രതിരോധിക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ച ദൗത്യം. ആ സമസ്തയുടെ മേലിൽ നിങ്ങൾ ഷിയായിസം ആരോപിക്കുക, അതും തീർത്തും അബദ്ധ ധാരണകളെ അല്ലെങ്കിൽ അബദ്ധ ജടിലമായ ചില വാദങ്ങളെ മുൻനിർത്തിയിട്ട്, അതൊന്നും സമൂഹം ഉൾക്കൊള്ളുകയില്ല എന്ന് മാത്രം പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.